ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് മോട്ടിവേഷന്റെ ക്ലാസ് തന്നെയാണ്. ഓക്കെ, മോട്ടിവേഷൻ നമ്മളിപ്പോൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ 6ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ തുടങ്ങാം. അപ്പോൾ മോട്ടിവേഷണൽ വേർഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് കുറെ മോട്ടിവേഷണൽ വേർഡ്സ് ഞാൻ പറയാൻ പോകുന്നത് 12 വേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ വേർഡ് ഡിറ്റർമൈൻഡ്. ഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയിച്ചു. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നിശ്ചയിച്ചില്ല, ഇതാ നിശ്ചയം. ഡിറ്റർമൈൻ, നമ്മളിപ്പോ ഈ കാര്യം ചെയ്യും, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം, നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയത്തില്ല. അപ്പൊ അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞ വേർഡ്, അതായത് നിശ്ചയിച്ചു, നമ്മൾ നിശ്ചയിച്ചു ഉറപ്പിച്ചു എന്നൊക്കെ പറയത്തില്ലേ. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിശ്ചയിച്ചു, അതുകൊണ്ടാണ് ഡിറ്റർമൈൻഡ്, നിശ്ചയിച്ചു. പിന്നെ ഫോക്കസ്. ഫോക്കസ് എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. നമ്മളിപ്പം എന്താ പറയാ, ഒരാളെ ഫോക്കസ് ചെയ്യുക. എന്നാൽ ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അവരെന്തോ പറയുന്നത്, ഏതിനെ പറ്റിയാ പറയുന്നത്, എന്ത് വേർഡാ അവര് പറയുന്നത്, അതെങ്ങനെ പഠിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഫോക്കസ്, അപ്പൊ നമ്മൾ എന്തോ ഫോക്കസ് വന്നിട്ട് നിരീക്ഷിക്കുക, നമ്മൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ വന്നിട്ട് ക്ലാരിറ്റി. നമുക്ക് എന്ത് ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുവാണെങ്കിലും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കത് ചോദിക്കുക തന്നെ വേണം. അപ്പൊ നമുക്കത് ക്ലാരിറ്റി കൂടി തന്നെ പോകണം, വ്യക്തമായിട്ട്. ഓക്കെ, ഇപ്പൊ അവര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുകയാണ്, ഇംഗ്ലീഷിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരുകയാണ്. അപ്പൊ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മളത് ചോദിക്കുക, ക്ലാരിറ്റി വരുത്തുക. അതാണ് വ്യക്തമാക്കുക. ഒന്നുകൂടി അവരോട് പറയാ, എനിക്ക് മനസ്സിലായില്ല, വ്യക്തമാക്കുക. അപ്പൊ അതാണ് ക്ലാരിറ്റി, വ്യക്തമായി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്രസൻസ്. പ്രസൻസ് എന്ന് വെച്ചാൽ സാന്നിധ്യം. ഇപ്പൊ നമ്മൾ അവിടെ പ്രസൻസ് ആയിട്ട് ഇരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അവിടെ ഇരിക്കുന്ന മൈൻഡ് വേറെ സ്ഥലത്തും ആണെങ്കിൽ നമുക്ക് ആ ക്ലാസ് കേൾക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇംഗ്ലീഷിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ കേൾക്കാൻ പറ്റത്തില്ല. സോ അവിടെ പ്രസൻസ് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. നമ്മൾ മാത്രം പ്രസന്റ് ആയാൽ പോരാ, നമ്മൾ മനസ്സുകൂടി പ്രസൻസ് ആയിട്ട് ഇരിക്കണം, എന്നാലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കൊണ്ടിരുത്തി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അയ്യോ ഇവിടെ എന്തിനാ ഇരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇരിക്കരുത്. നമ്മുടെ മനസ്സും നമ്മൾ ഇരിക്കുന്നത് ഒരുപോലെ ആയിരിക്കും, എന്നാലും നമുക്കത് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അത് സാന്നിധ്യം നമുക്ക് അവിടെ വേണം. പിന്നെ അക്കമ്പനീഷൻ എന്ന് വെച്ചാൽ നിറവേറ്റുക. നമ്മൾ ഓരോ കാര്യങ്ങളും അക്കമ്പനീഷ് ചെയ്യുക, നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുക. സോ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുന്നു നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം, പഠിച്ച് നല്ല രീതിയിൽ എത്തണം, നമുക്കുള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാറില്ല. എന്തുകൊണ്ടാ? നമുക്കത് പറ്റുന്നില്ല. പറ്റാത്തത് കൊണ്ട് നമ്മൾ ചെയ്യാത്തത്. അപ്പൊ നമ്മൾ അങ്ങനെ പാടില്ല. നമ്മളത് ദൃഢനിശ്ചയം എന്ന് വെച്ചാൽ അക്കമ്പനീഷ് ചെയ്യുക, നിറവേറ്റുക. എനിക്കിപ്പോ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് സാധിക്കുക, നിറവേറ്റിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിലും. പിന്നെ ബാലൻസ്. ബാലൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഇത് തോന്നുക, എന്താ, ഇതിനും നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് പോവുക ഓരോ കാര്യങ്ങളും. ഓക്കെ, പിന്നെ കറേജ്. കറേജ് എന്ന് വെച്ചാൽ ധൈര്യം. ഒരു ധൈര്യമൊക്കെ വേണം നമുക്ക്. എന്തുവാ, ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആൾക്കാർ പലതും പല രീതിയിലും പല സമയത്തും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള ധൈര്യം വേണം നമുക്ക്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിട്ട് പുറത്ത് വരും. നീ എന്താ ഇംഗ്ലീഷ് പഠിക്കുക, നീ ഇപ്പൊ എവിടെ പോയിട്ട് ഇംഗ്ലീഷ് പഠിക്കുക, നിനക്ക് അതിന്റെ ആവശ്യമുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് തളർന്നു പോകരുത്. നമ്മൾ ഉയർത്തെണീക്കുക, ആ ധൈര്യം കഴിക്കുക. അവര് പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ, എനിക്ക് എന്താ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്, എനിക്കല്ലേ ആവശ്യം എന്നൊക്കെ. നമ്മൾക്ക് ആവശ്യമാണ്, അവർക്ക് ആവശ്യമില്ല. അവരങ്ങനെ പലതും പറയും. നമുക്കാണ് ആവശ്യം, നമ്മുടെ ഭാവിയാണ്, നമ്മുടെ ഭാവി നമ്മളാ നോക്കേണ്ടത്. അപ്പൊ അവരല്ല നോക്കേണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ ധൈര്യം കൊണ്ട് സമാപിക്കുക. അപ്പൊ അതാണ് ധൈര്യം. ധൈര്യം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, പിന്നെ ബിലീഫ്. നമുക്ക് വിശ്വാസം വേണം. അതായത് ഇംഗ്ലീഷ് പഠിക്കുന്നത് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു എന്ത് കാര്യമായാലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷ് പഠിക്കുന്നതായിക്കോട്ടെ, ജോലി കിട്ടുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്കൊരു വിശ്വാസം വേണം. എല്ലാം ഓക്കെയോ, എല്ലാം ശരിയോ, നമുക്ക് പേഴ്സണലി നമ്മളെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ അത് സക്സസ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു വിശ്വാസം വേണം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദി. നമ്മളിപ്പോ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ നന്ദി പറയാം. താങ്ക് യു ഗോഡ് എന്നൊക്കെ, താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നന്ദി പറയാം. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇംഗ്ലീഷ് ഇപ്പോ ഒട്ടും അറിയാം, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒട്ടും അറിയാത്ത ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ട് ഇങ്ങനെ നന്ദി പ്രകടിപ്പിക്കുക. നന്ദി, താങ്ക് യു ഗോഡ്, എനിക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും ഞാൻ ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നന്ദി പറയാം. അത് നമുക്ക് ആവശ്യം ഒരു മോട്ടിവേഷൻ വേർഡാണ്. പിന്നെ വന്നിട്ട് ഇമാജിനേഷൻ, അല്ല ജോയ്. നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നമുക്കിപ്പോ
ഏതൊരു ലാംഗ്വേജ് പഠിക്കാൻ എന്ത് കാര്യം ചെയ്യാം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസം ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ പഠിക്കാം. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഇതുണ്ടാവും. ഒരു സന്തോഷം തോന്നും നമുക്ക്. എന്തുവാ പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഈശ്വരാ. നമുക്ക് ഉള്ളിൽ തന്നെ ഒരു സന്തോഷം. എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കോളേജിലൊക്കെ ചേരുവാണെങ്കിൽ തന്നെ നിങ്ങക്ക് സന്തോഷം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം എല്ലാം കൂടി വേണം. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ജോയ്. പിന്നെ ഇമാജിനേഷൻ, ഭാവന. ഇപ്പൊ ഓരോ ഇംഗ്ലീഷിന്റെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ഇമാജിനേഷൻ ചെയ്യുക. അതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, വേർഡ് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അപ്പൊ അത് ഒരു ഭാവന. പിന്നെ ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ജിജ്ഞാസം. നമ്മൾ എന്തിനെങ്കിലും ക്യൂരിയോസിറ്റി ജിജ്ഞാസം ചെയ്യുക. അപ്പൊ നമുക്കത് അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും കാര്യം നമുക്ക് അറിയാന്നുള്ള ആകാംക്ഷ ഉണ്ടാവും നമുക്ക്. ഇപ്പൊ ഇംഗ്ലീഷിൽ ഓരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ആകാംക്ഷ ഉണ്ടാവും. നമുക്ക് ഇത് കാര്യം അറിഞ്ഞിരിക്കണം, ഇതെന്തായിരിക്കും ഇവര് പറയാൻ പോകുന്നത് എന്നൊക്കെ നമുക്കുള്ളിൽ ഒരു ആകാംക്ഷ. ഇപ്പൊ നമ്മളൊരു കഥ കേൾക്കുകയാണെങ്കിൽ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും. അല്ലെങ്കിൽ സിനിമ കാണുവാണെങ്കിൽ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും, ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇതിന്റെ ലാസ്റ്റ് എന്തായിരിക്കും, എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാനായിട്ട്. ഇപ്പോൾ സിനിമ ഇറങ്ങിയെന്ന് വെച്ചു, അപ്പൊ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടം, നല്ല അഭിപ്രായമൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്കും അത് കാണാനായിട്ടുള്ള ആകാംക്ഷ ഉണ്ടാവും, ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നത്, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് ഒക്കെ തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അപ്പൊ അതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ 12 മോട്ടിവേഷണൽ വേർഡ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഇത് ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്കത് ഒന്നും കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഡിറ്റർമൈൻ. ഡിറ്റർമൈൻ എന്ന് വെച്ചാൽ നിശ്ചയിച്ചു, ഉറപ്പിച്ചു എന്നൊക്കെ പറയത്തില്ല, അതാണ്. രണ്ടാമത്തെ ഫോക്കസ്, നിരീക്ഷിക്കുക. പിന്നെ ക്ലാരിറ്റി, വ്യക്തമായി എന്താ പറയാ. പിന്നെ പ്രസൻസ്, സാന്നിധ്യം. പിന്നെ അക്കമ്പനീഷ്, നിറവേറ്റുക. പിന്നെ ബാലൻസ്, ബാക്കി. ജോയ്, സന്തോഷം. പിന്നെ കറേജ്, ധൈര്യം. ബിലീഫ്, ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. പിന്നെ വന്നിട്ട് ഇമാജിനേഷൻ, ഭാവന. പിന്നെ ക്യൂരിയോസിറ്റി, ജിജ്ഞാസം. ഓക്കെ. അപ്പോ ഈ ഇത്രയും ഉള്ള ഒരു വേർഡ്സ് ആണ്, നമ്മൾ 12 വേർഡ്സ് ആണ് ഇന്ന് നോക്കിയത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ 12 വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്പോസിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ക്ലാസ്സുകൾ, ഇപ്പൊ ഞാൻ എടുത്തത് മോട്ടിവേഷനിന്റെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ അതിനുള്ള റിപ്ലൈയും തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താറ് കുഞ്ഞു ബെലൈക്കുന്നുണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.